ഒരു മാസത്തിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്നേ എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ലാൻഡ് ആയത് മാത്രം ഓർമ്മയുണ്ട്. ദേ ഇപ്പോൾ പോവാറുമായി. ഈ ഒരു മാസത്തിൽ ഒരു ദിവസം പോലും ഞാൻ മര്യാദയ്ക്ക് വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നില്ല. പോകുന്നതിൻ്റെ പ്രിപ്പറേഷനായിട്ട് വല്യമ്മ ഈ ടമറിൻ റൈസിൻ്റെയും തക്കാളി റൈസിനും ഒക്കെ വേണ്ട ലിക്വിഡ് പരുവത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പാക്കിങ്ങിൻ്റെ ഭാഗത്തേ പോയിട്ടുണ്ടായിരുന്നില്ല. ദൈവമാണ് എനിക്ക് എന്നത്തെയും പോലെ ഇന്നും പാക്ക് ചെയ്ത് തന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഇറ്റലി പോകുമ്പോഴും ഇവളാണ് എന്നെ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്തത്. ഇപ്പോഴും ഇവള് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അറിയാമല്ലോ, ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിലും പാരൻസ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യുമല്ലോ. അതുപോലെയാണ് പായസം അമ്മ ഉണ്ടാക്കിയത് ഞാൻ ഇന്നാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് അമ്മയുടെ സോയാ ബിരിയാണി ഇഷ്ടമാണ്, അതും അമ്മ ഇന്നാണ് ഉണ്ടാക്കി തന്നത്. വൈകുന്നേരം ആയപ്പോൾ അമ്മേൻ്റെ സൈഡിൽ നിന്ന് അച്ഛൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ടൊരു 10-20 ആൾക്കാർ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിമാരെല്ലാം കൂടിയിട്ടാണ് എനിക്ക് ഈ ഉപ്പിലിട്ട സാധനത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര കോൾഡ്, മേലുവേദനയാണെങ്കിൽ പറയണ്ട. അപ്പോൾ ഞാൻ കുറേ ആവി പിടിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കാരണം ഇനിയിപ്പോൾ നാളെ ട്രാവൽ ചെയ്യണമല്ലോ, 2 ദിവസം നല്ല കുതഹവയാവാണ്ടിരുന്നാൽ മതി എൻ്റെ കാര്യം. കോൾഡൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ളത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയും അച്ഛനെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ തിരിച്ചു വരുമ്പം ബിരിയാണിയും കൊണ്ടാണ് വന്നത്. പിന്നെ അതും കഴിച്ച് മെഡിസിൻസും എടുത്തു. ഇനി നാളെ ട്രാവലൊക്കെ ചെയ്യാനുള്ളതല്ലേ.